10ന്റെ റിസൾട്ട് വന്നല്ലോ. ഇത് ഒരേപോലെ ഫുൾ A+ ഉള്ള കുട്ടികളോടും അതുപോലെ ഗ്രേഡ് കുറഞ്ഞതോ അല്ലെങ്കിൽ തോറ്റുപോയോ എല്ലാവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ്. 10ാം ക്ലാസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് പിള്ളേരെ. അല്ലെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ആരാന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഒരു 4 കൂടി ജംഗ്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് 10 തുടങ്ങുമ്പോഴേ ഒരു പ്രഷറാണ്. പിള്ളേരുടേതായ ടെൻഷൻ, വീട്ടുകാർക്ക് എൻ്റെ കുട്ടി എങ്ങനെ എഴുതും, തോക്കുമോ, നാല് ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കും, അങ്ങനെയുള്ള ടെൻഷൻ. അങ്ങനെ മൊത്തത്തില് ഞാനിപ്പോഴും ഓർക്കണ്ട, എൻ്റെ അമ്മ ആ നേരത്ത് ലീവ് എടുത്തിട്ടൊക്കെയാണ് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നത്. സോ പറഞ്ഞു വരുന്നത്, ഈ 10ാം ക്ലാസ് ഇങ്ങനെയാണെന്നും പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായെങ്കിലും എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കുട്ടിക്കാലം തൊട്ട് ഒരുപാട് സാഹചര്യ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ആളാണ്. പഠിക്കാനുള്ള സാഹചര്യം കുറവായിരുന്നു, ആളുകളുടെ ഒരു സപ്പോർട്ട് എനിക്ക് കുറവായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. സ്കൂളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കലേ, അപ്പടിയും കൂടി ലീഡറാണ്, അതാണ് ഇതാണ്, എല്ലാവരെയും ഭരണവും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണെങ്കിലും ഉള്ളിൽ ഇതാണ് ചങ്കിടിപ്പാണ്. കാരണം ചോദിച്ച് അങ്ങനെയൊക്കെ വന്ന പ്രശ്നമാണ്. ഞാനൊന്നും പഠിക്കാതെയാണ് പോയിരുന്നത്. കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നില്ല. മിക്കവാറും ഉറങ്ങാതെ, അതായത് മനസ്സിലായി, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയൊക്കെ ആയിരുന്നു ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നമുക്കിത് അവിടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മനസ്സിലായോ, ഭയങ്കര ഒരു സിറ്റുവേഷൻ അതുപോലെ ആയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും റിസൾട്ട് വന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അതായത് ഡാഡിക്ക് ആ നേരത്ത് എൻ്റെ പേപ്പറിൽ ഫോട്ടോ വന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊരു വായനശാല ഉണ്ട് കേട്ടോ. ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ കൂടിയിരുന്ന് ചർച്ച ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ബാക്കി കുട്ടികളുടെ പടമൊക്കെ വന്ന് എൻ്റെ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു വിഷമവും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പിന്നെ ഒരു ഭാരമാണ്. മനസ്സിലായോ, 10ൽ ഫോട്ടോ വന്നില്ല. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് പിന്നെ +1 ജോയിൻ ചെയ്തു. ഞാൻ സയൻസ് ആണ് എടുത്തത്. ഞാൻ സയൻസിന് തോറ്റു, ബയോളജി സബ്ജക്റ്റിന് +1 തോറ്റു. പിന്നെ അതും കൂടി +2 എഴുതിയെടുക്കേണ്ട ഒരു ഇത് വന്നു. ഇവിടെയും നമ്മുടെ സാഹചര്യം ഭയങ്കര വില്ലനായിരുന്നു. ഞാൻ ഏതാണ്ട് 7-ലോ 8-ലോ ഒക്കെ പഠിക്കുമ്പോഴേ പോക്കറ്റ് മണിക്ക് വേണ്ടി കുട്ടി ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. സോ എന്നും എൻ്റെ തലയിൽ ഉത്തരവാദിത്വവും ടെൻഷനും അതേ പാറ്റേണിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ +1 തോറ്റു, +2 2ആയിട്ട് എഴുതിയെടുത്തു. അതിനുശേഷം ഡിഗ്രിക്ക് സയൻസ് സബ്ജക്റ്റ് എടുത്തു, പഠിത്തം തുടങ്ങി. പകുതി ആയപ്പോൾ സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് സാറ് പറഞ്ഞു, മിക്കവാറും ഇത് നടപടി ആവില്ല, ഈ കുട്ടിക്ക് ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ കുട്ടീനെ ഇവിടെ പറഞ്ഞു വിടാണ് നല്ലത്, സ്കൂളിൽ ഇരുത്തണ്ട എന്നൊക്കെ പറഞ്ഞ്, കോളേജിൽ ഇരുത്തണ്ട എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളൊക്കെ ആയി. സയൻസിൽ നിന്നൊക്കെ എൻ്റെ കൂട്ടത്തിൽ നിന്നപ്പോൾ എനിക്കറിയില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, ഞാൻ മാത്രം ഇങ്ങനെയാണ്. സോ ഒരു പോയിന്റ് എക്സ്ട്രീം ആയപ്പോഴേക്കും സ്പോർട്സിന് ഇറങ്ങി ഞാൻ. കാരണം പഠിച്ചുള്ള സാധ്യത നടപടി ഞാൻ കണ്ടില്ല, അങ്ങനെയാണ് സ്പോർട്സിന് ഇറങ്ങി. എനിവേ സ്പോർട്സിന് പോയി, പേപ്പറിൽ പടമൊക്കെ വന്ന് ഡാഡിനെ ഞാൻ അങ്ങനെ തൃപ്തിപ്പെടുത്തി. ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 4 വർഷത്തെ ഗ്യാപ്പ് അവിടെ വന്നു. അതിനുശേഷം ബി എഡ് ചെയ്തു. പിന്നെ ജോലി വേണം, അപ്പോൾ പിന്നെ ജോലിക്കുള്ള പ്ലാനായി. ജോലി നാട്ടിലൊരു 2 വർഷം ടീച്ചിങ്ങിൽ വർക്ക് ചെയ്തു. അതിനുശേഷം മാൽദീവ്സിൽ വന്നു. ഇവിടെ 3ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഇത് പറയണ പോലെ എളുപ്പമുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, +1 സയൻസിന് തോറ്റി, ഡിഗ്രിക്ക് അതിന് അഡ്മിഷൻ എടുത്ത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് അതേ സബ്ജക്റ്റാണ്. സോ നമ്മളുടെ ശരിയാണ്, സർട്ടിഫിക്കറ്റ്സിന് വാല്യൂ ഉണ്ട്, നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താണെന്നൊക്കെ കിട്ടാനുള്ള ഒരു ഐഡിയ ആണിത്. പക്ഷെ അത് മാത്രമല്ല ഒരാളുടെ ജീവിതം, ഒരാളെ എന്താണെന്ന് നിശ്ചയിക്കുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു, എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ കടന്നുപോയ വഴികൾ, എൻ്റെ സാഹചര്യം എനിക്കറിയാം. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാതിരുന്നത് എനിക്കറിയാം. അപ്പോൾ ഇത് മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, ശരിയാണ്, ആ പേപ്പറിൽ അത് വരും. പക്ഷെ ആ പേപ്പറല്ല നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്നതും നിങ്ങൾ ആരായി മാറുമെന്ന് കാലം കാണാൻ പോകുന്നതും. മിക്കവാറും ബാക്ക് ബെഞ്ചിലിരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇപ്പം അറിയപ്പെടുന്ന നിലയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി 2ാമത്തെ കാര്യം, ഇപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടികളോട് ഞാൻ പറയാണ്, ഇവിടെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്ത സമയമാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സ് എന്താണോ ലക്ഷ്യത്തിലെത്തേണ്ടത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ.
കാരണം ഇതുപോലെ PhD അല്ലെങ്കിൽ ഒരുപാട് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജോലിയില്ലാതെ അല്ലെങ്കിൽ ഒന്നും ലക്ഷ്യത്തിലെത്താതെയും അവർ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് കൃത്യമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് കാണുന്ന എല്ലാവരും, നിങ്ങൾ പാരൻസ് ആണ് കാണുന്നതെങ്കിൽ അവരോടും കൂടി ഈ ഒരു മാർക്കിൽ അതിൽ തീരുന്നതല്ല ഒന്നും കേട്ടോ. അതല്ല ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം.